ഹായ് ഫ്രണ്ട്സ്, വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി നീഡ് ചെയ്തെടുക്കാം. ഇത് അടച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇതിൽ നിന്നും കുറേശ്ശെ കോരിയെടുത്ത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് തിരിച്ച് മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് കോരി മാറ്റാം. ഇനിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതും കോരി മാറ്റാം. ഇനിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.